പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിച്ചേർന്നു. 2025 ജനുവരി മാസത്തെ ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന 26 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയും തുക എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ തുകയിലെ തനത് ഗഡുവും ഒരു മാസത്തിലെ കുടിശ്ശികയും കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിലെ തുകയാണ് വിതരണത്തിന് ഒരുങ്ങുന്നത്. പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാനം വീണ്ടും കടമെടുക്കുകയാണ്. 1500 കോടി രൂപയാണ് കടമെടുക്കുന്നത്. കടപ്പത്രങ്ങളുടെ ലേലം ജനുവരി 21 ചൊവ്വാഴ്ച നാളെ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 14-ന് 2500 കോടി രൂപ കേരളം കടമെടുത്തിരുന്നു. വരാൻ പോകുന്ന ബജറ്റുകളും തിരഞ്ഞെടുപ്പുകളും മുൻപിൽ കണ്ടുകൊണ്ട് പെൻഷനും മറ്റു കുടിശ്ശിക ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ തുക ആവശ്യമാണെന്ന് കാണിച്ച് നേരത്തെ തന്നെ കേന്ദ്രത്തിന് സർക്കാർ കത്ത് നൽകിയിരുന്നു. 17,000 കോടിയുടെ വായ്പാ അനുമതിക്ക് കേരളം അപേക്ഷിച്ചിരുന്നെങ്കിലും കേന്ദ്രം അനുമതി നൽകിയിരുന്നില്ല. അനുവദിച്ച തുക തികയാതെ വരുന്ന സാഹചര്യത്തിലാണ് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ വീണ്ടും കടമെടുക്കാൻ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത്. ബജറ്റിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സർക്കാർ വീണ്ടും കടമെടുക്കാൻ സമീപിച്ചിരിക്കുകയാണ്. അതിനുവേണ്ട നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും അടക്കം ലഭിക്കാനുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് തടഞ്ഞുവെച്ചിരിക്കുന്നത്. 6 ഗഡു ക്ഷാമബത്ത കുടിശ്ശികയുണ്ട്. ഇതിൽ ഒരു ഗഡുവെങ്കിലും അനുവദിക്കുമെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണത്തിന്റെ 4ാം ഗഡു പെൻഷൻകാർക്കും നൽകാനുണ്ട്. ബജറ്റിൽ പുതിയ പ്രഖ്യാപനങ്ങളും ആനുകൂല്യ വർധനവുമെല്ലാം വരുത്തുന്നതിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.